എന്താണ് മെട്രിസസ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കുക, മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ആണ്. ഇവിടെ തൊട്ട് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ, അതായത് ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിന് ഒരു ഓർഡർ ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ഓർഡർ ഉണ്ടാവും. ഇതൊരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഓഫ് അതിനകത്ത് നമ്പേഴ്സ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ഫങ്ഷൻസ് വരാം. ആ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻട്രീസ് എന്ന് വിളിക്കാം. ശരിയാണല്ലോ? മെട്രിക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 ഇതാണ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. റെക്റ്റാങ്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ ആയിട്ടുള്ളതും ഉണ്ടാവും. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലംബമാനം, നേരെ തിരിച്ച്. തിരശ്ചീനവും ലംബമാനവും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്. R1 R2 R3. ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റുകളിലാണ് നമ്മുടെ മെട്രിക്സിലെ, ഞാനിപ്പോൾ റെഡ് കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റുകളിലാണ് മെട്രിക്സിൽ എന്ത് വരിക? എൻട്രീസ് വരിക. എൻട്രീസ് എന്ന് പറയുന്ന മെട്രിക്സിലുള്ള എലമെന്റുകൾ വരിക. ശരിയല്ലേ? ഇതെന്താണ്? കോളംസ് ആണ്. C1 C2 എന്നൊക്കെ പറയുന്നത് എന്താണ്? കോളംസ് ആണ്. മെട്രിക്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് ആരുടെ? നമ്പേഴ്സിന്റെ. ആ മെട്രിക്സിനകത്ത് വരുന്ന എൻട്രീസിനെ അഥവാ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് ദ മെട്രിക്സ് അഥവാ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ്. അത്രയും കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അപ്പൊ ഈ മെട്രിക്സ് നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 റോസ് കാണാം. ഇത് 2 റോസ് ആണ്, R1 R2. 2 കോളംസ് കാണാം, C1 C2. ശരിയല്ലേ? ഏതൊരു മെട്രിക്സ് കിട്ടിയാലും നമ്മൾ ജനറലി നമ്പർ ഓഫ് റോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് M എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. നോക്കണേ, ഒരു മെട്രിക്സിലെ നമ്പർ ഓഫ് റോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? M എന്ന അക്ഷരം ഉപയോഗിച്ചാണ്. M. നമ്പർ ഓഫ് കോളംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് കോളംസിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? N എന്നുള്ള അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഈ M/N എന്ന് പറയുന്നതാണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. M into N എന്ന് നമ്മൾ പറയില്ല, M/N എന്ന് പറയും. സോ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്, അതായത് M/N. M/N. M/N ആണ് ഒരു മെട്രിക്സിന്റെ എന്തെന്ന് പറയുന്നത്? ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്, ആൻഡ് വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളംസ്. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് M, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് N. സോ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? M/N ആണ്. M/N. ഓർഡർ എന്ന് പറയുന്നത് M/N. ഓക്കെ, അപ്പൊ എന്താണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് നോക്കിക്കേ. എ മെട്രിക്സ് ഹാവ് M റോസ് ആൻഡ് N കോളംസ് is called a matrix of order M/N. M റോസും N കോളംസും ഉള്ള മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? M/N ആണ്. നമ്മളത് വായിക്കുന്നത് M/N. ഓക്കെ, സോ ഓർഡർ എന്ന് പറയുന്നത് M/N ആണ്. ഓർഡർ എന്ന് പറയുന്നത് M/N ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ Mn ആണ്. Mn എന്ന് പറഞ്ഞാൽ M മൾട്ടിപ്ലൈഡ് ബൈ N. M മൾട്ടിപ്ലൈഡ് ബൈ N. ഫോർ എക്സാമ്പിൾ, ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ, ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 5/3 ആണ് എന്ന് വിചാരിക്കാം. 5 റോസും 3 കോളംസും ഉണ്ട്. ഒരു മെട്രിക്സിന് 5 റോസും 3 കോളംസും ഉണ്ട് എന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനകത്ത് എത്ര എലമെന്റുകൾ ഉണ്ടാവും? 5 × 3 15 എലമെന്റുകൾ ഉണ്ടാവും. അതിന്റെ ഓർഡർ 5/3, നമ്പർ ഓഫ് എലമെന്റ്സ് അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന ആൻസർ ആണ്. സോ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ആയിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് ഈക്വൽ ടു 15 ആണ് ആൻസർ വരിക. ആ മെട്രിക്സിൽ എത്ര എലമെന്റുകൾ ഉണ്ട്? 15 എലമെന്റുകൾ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ജനറൽ ആയിട്ട് നമുക്കൊരു മെട്രിക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് എന്താണ് ഈ പൊസിഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അതായത് ജനറലി എ മെട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് A11, A12, A13. ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ജനറലി Aij എന്ന് പറയുന്നത് നമ്മളൊരു മെട്രിക്സിനകത്തുള്ള ഇൻസൈഡ് ദ മെട്രിക്സ് ഒരു എലമെന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു എലമെന്റിനെ മെട്രിക്സിനെ നമ്മൾ Aij കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അവിടെ I ഡിനോട്ട് ചെയ്യുന്നത് ആ എലമെന്റ് ലൈ ചെയ്യുന്ന എന്താണ്? റോവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. I ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ആ എലമെന്റ് ലൈ ചെയ്യുന്ന റോനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. J ഡിനോട്ട് ചെയ്യുന്നത് ആ എലമെന്റ് ലൈ ചെയ്യുന്ന കോളത്തിനെയാണ് J ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A13 എന്ന് പറഞ്ഞാൽ A13 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ തേർഡ് കോളം. ഓക്കെ, അത് മനസ്സിലാക്കണം. നോക്കണേ. അപ്പം A21 എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് എവിടെ ആയിരിക്കും? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. A31 എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് എവിടെ ആയിരിക്കും? തേർഡ് റോ ഫസ്റ്റ് കോളം. പിടികിട്ടിയോ? Aij എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് എവിടാണെന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെ പോയി A1n താഴേക്ക് വന്ന് AM1 ഇങ്ങനെ പോയി AMN. ഇടയ്ക്കുള്ള ആൾക്കാരൊന്നും എഴുതുന്നില്ല, പുറത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ദ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ M/n മെട്രിക്സ്. ഒരു M/n മെട്രിക്സിന്റെ ജനറൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണിത്. പിടികിട്ടിയല്ലോ? അവിടെ I റെപ്രസെന്റ് ചെയ്യുന്നത് ith റോ, J റെപ്രസെന്റ് ചെയ്യുന്നത് jth കോളമാണ്. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് how can we generally write a 2/2 matrix or how can we generally write a 3/3 matrix? For any particular matrix, how can we generally construct that with the help of inside elements in general notation? എങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിളിൽ നമുക്ക് 2-3 എഴുതാം. ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എ 2/2 മെട്രിക്സ് ആണെങ്കിൽ 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? A11, A12, A21, A22. ശരിയാണല്ലോ? ഇതാണ് ജനറലി നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു 2/2 മെട്രിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, 3/3 മെട്രിക്സ് ആണെങ്കിലോ? 3/3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A11, A12, A13, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, ആ രീതിയിൽ. A21, A22, A23, അതേപോലെ A31, A32, A33. ഈ രീതിയിലാണ് നമ്മൾ ജനറലി മെട്രിക്സിനകത്ത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? എലമെന്റുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഐഡിയ പിടികിട്ടിയല്ലോ? ഇനി വേറെ ഒരെണ്ണം ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു 2/3 മെട്രിക്സ് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? 2/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 റോ 3 കോളം. A11, A12, A13, A21, A22, A23. ശരിയാണല്ലോ? R1, R2 2 റോസ് 3 കോളംസ്. C1, C2, C3. ഓക്കെ, R1 ഉം R2 ആണ് നമ്മുടെ 2 റോസ്, C1 ഉം C2 ഉം C3 ആണ് നമ്മുടെ 3 കോളംസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുക? ഒരു 2/3 മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ അതേപോലെ അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഏത് മെട്രിക്സ് വേണേലും നമുക്ക് ഇങ്ങനെ ജനറലി കൺസ്ട്രക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, തെറ്റാണല്ലോ? പ്രശ്നമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മെട്രിക്സിനകത്ത് 8 എലമെന്റുകളുണ്ട്. ഒരു മെട്രിക്സിനകത്ത് 8 എലമെന്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള ഓർഡറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 elements,
വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? 8 എലമെന്റുകൾ ഉണ്ടെങ്കിൽ mn എടുത്താൽ ആൻസർ 8 വരണം. അപ്പൊ എന്തൊക്കെ പോസിബിൾ ഓർഡേഴ്സ് ആവാം? 8/1 ആവാം, 1/8 ആവാം, 8/1 ആവാം, 1/8 ആവാം, 2/4 ആവാം, 4/2 ആവാം. ശരിയാണല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ്. എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ട്? 4 പോസിബിൾ ഓർഡേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പോസിബിൾ ഓർഡർ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ അവർ ചോദിക്കുക എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഇവിടെ എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4 പോസിബിൾ ഓർഡേഴ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഈ കാണുന്ന ആൾക്കാരൊക്കെയാണ് ആ ഓർഡേഴ്സ്. കാരണം ഇവിടെ എല്ലാം mn വാല്യൂ 8 ആണ്. m/n മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ 8 വരണം. അങ്ങനെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, ഒരു 7 ആണെങ്കിൽ നമുക്ക് എന്താണ് 1/7 ഉണ്ടാക്കാം, 7/1 ഉണ്ടാക്കാം. 5 ആണെങ്കിൽ 1/5 ഉണ്ടാക്കാം, 5/1 ഉണ്ടാക്കാം. ഓക്കെ, അതായത് ഒരു മെട്രിക്സിനകത്ത് പ്രൈം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അവിടെ 2 പോസിബിൾ ഓർഡേഴ്സ് ആയിരിക്കും ജനറലി ഉണ്ടാവുക. കാരണം പ്രൈം നമ്പേഴ്സിനെ നമുക്ക് മറ്റ് 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. സോ നെക്സ്റ്റ് മെട്രിക്സിന്റെ വ്യത്യസ്തമായ ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് മെട്രിസസ്. മെട്രിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി വൺ കോളം, ഒരേ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ റോ, ഒരേ ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ only diagonal elements are non-zero. All other elements are എന്തായിരിക്കണം? 0. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം. സ്കേലാർ മെട്രിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ആ ഡയഗണൽ എലമെന്റ്സ് സെയിം ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ വാല്യൂസ് എന്താണ്? സെയിം. വിത്ത് ഡയഗണൽ വാല്യൂസ് എന്താണ്? സെയിം ആയിരിക്കണം. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ മെട്രിക്സ് വിത്ത് ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ 1. ഡയഗണൽ എലമെന്റ്സ് സെയിം ആവണമെന്നേ ഉള്ളായിരുന്നു സ്കെയിലാറിൽ. പക്ഷെ ആ സ്കെയിലാറിൽ സെയിം ആവുന്ന എലമെന്റ് 1 കൂടെ ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഐഡന്റിറ്റി മെട്രിക്സ്. സോ സ്കെയിലാർ മെട്രിക്സ് വിത്ത് all diagonal elements are 1. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? all entries are 0 അല്ലെ? all elements are 0. എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ എന്നെ ഒന്ന് മിനിമൈസ് ചെയ്യാം, നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്ന് കാണാൻ പറ്റും. നോക്കിക്കേ, ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രേ ഉള്ളൂ. അതിന്റെ കീ വേർഡ്സിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂടുതൽ നിരത്തി പിടിച്ചൊന്നും പഠിക്കേണ്ട. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ കോളേ കാണത്തുള്ളൂ. ഓക്കെ, റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ റോയെ കാണത്തുള്ളൂ. അതായത് കോളംസ് എത്ര വേണേലും ആവാം റോ മെട്രിക്സിൽ, റോ ഒരെണ്ണേ ഉള്ളൂ. കോളം മെട്രിക്സിൽ ഒറ്റ കോളമേ ഉള്ളൂ, റോസ് എത്ര വേണമെങ്കിലും ആവാം. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സീറോ ആയിട്ട് വരുന്ന ഡയഗണൽ എൻട്രീസേ ഉണ്ടാവുള്ളൂ. ഓഫ് ഡയഗണൽ ആയിട്ടുള്ള, ഡയഗണൽ അല്ലാത്ത എലമെന്റുകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സിനകത്ത് ആ ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റുകൾ സെയിം ആണെങ്കിൽ അതിനെയാണ് സ്കേലാർ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക.
ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ സ്കെയിലാർ മെട്രിക്സിനകത്ത് സെയിം ആവുന്ന എലമെന്റ് 1 ആണെങ്കിൽ അതിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എലമെന്റും 0 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീറോ മെട്രിക്സ്. ഓക്കെ, പ്രശ്നമില്ല, ക്ലിയർ ആണ്? യെസ്. നമുക്ക് 1 by 1 ആയിട്ട് എക്സാമ്പിൾസും കൂടെ എഴുതി അങ്ങ് പോവാം. ജസ്റ്റ് ബേസിക്സ് ആണ് കേട്ടോ. ബേസിക്സ് പഠിപ്പിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. എക്സാമ്പിൾ ഒക്കെ എഴുതിപ്പോക്കോ. 1 2 3 ഒരൊറ്റ കോളമേ ഉള്ളൂ അല്ലെ? 3 റോസ് ഉണ്ട്, പക്ഷെ ഒരൊറ്റ കോളം. അതായത് ജനറലി വി ക്യാൻ റിട്ടൺ ആസ് ദ ഓർഡർ ഈസ് m by 1 ഓർഡറിലുള്ള മെട്രിക്സ്. m by 1 ഓർഡറിലുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. അതേ കണക്ക് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. 1 2 3 ഒറ്റ റോ. അതായത് എന്താണ്? ഒരു റോ 3 കോളം, ശരിയല്ലേ? ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഓൺലി 1 റോ, അതായത് 1 by n ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 1 by n ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കും റോ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണെങ്കിൽ, എ മെട്രിക്സ് വിത്ത് ദ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്, ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിനകത്ത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു m by n മെട്രിക്സിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ m ഈക്വൽ ടു n ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. 1 2 3 4 നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 2, അതായത് 1 by 1 2 by 2 3 by 3 4 by 4. അതൊക്കെ സ്ക്വയർ മെട്രിക്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് ഡയഗണൽ എലമെന്റ്സ് എന്താണ്? നോൺ സീറോയും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോയും ആണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എന്താണ്? ഡയഗണൽ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. ഓക്കെ, അതായത് എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും സീറോ ആയിരിക്കണം. അതായത് ഡയഗണൽസ് എങ്ങനെയാണ്? A11 A22 A33, അതായത് AI പോലെയാണ്. AI, അതായത് i ഈക്വൽ ടു ജെ ആണ്. AIJയിൽ i ഈക്വൽ ടു ജെ ആവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഡയഗണൽ എലമെന്റ്സ്. ശരിയല്ലേടോ? AIJയിൽ i ഈക്വൽ ടു ജെ ആവുകയാണെങ്കിൽ അതെന്തായി? ഡയഗണൽ എലമെന്റ്സ് ആയി. അപ്പം i നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? നോൺ ഡയഗണൽ എലമെന്റ്സ്. ശരിയല്ലേ? നോൺ ഡയഗണൽ എലമെന്റ്സ്. ഓഫ് ഡയഗണൽ എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ അല്ലാത്ത എലമെന്റുകൾ. ഈ ഡയഗണൽ അല്ലാത്ത എലമെന്റുകൾ വരികയാണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെന്റുകളും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം 1 2 3 ഡയഗണൽ കൊടുക്കുക, ബാക്കി എല്ലാ എലമെന്റുകളും എന്താണ്? സീറോ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഡയഗണൽ മെട്രിക്സ്. അതായത് ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സീറോ ആയിരിക്കണം എന്നർത്ഥം. ഇനി ഈ ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റുകൾ മൂന്നും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് i നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ. ഇനി i ഈക്വൽ ടു ജെ ആണെങ്കിൽ ദേ ആർ ഡയഗണൽ എലമെന്റ്സ് ആൻഡ് ദാറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ഉദാഹരണം 1 വേണ്ട, 2 2 2, ബാക്കിയെല്ലാം സീറോ. ഈ മെട്രിക്സിനെ നമുക്ക് സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, p is equal to 5 5 5, ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും എന്താണ്? സീറോ. ഇത്തരത്തിലുള്ള മെട്രിക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കെയിലാർ മെട്രിക്സ്. അതായത് ഡയഗണൽ ആയിട്ടുള്ള എലമെന്റുകൾ മാത്രമാണ് എങ്ങനെ ഉണ്ടാവുക? നോൺ സീറോ ആയിട്ടുണ്ടാവുക. ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും എന്തായിരിക്കും? സീറോ ആയിരിക്കും. പിടികിട്ടിയോ? അപ്പൊ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കെയിലാർ മെട്രിക്സ്. എന്താണ്? സ്കെയിലാർ മെട്രിക്സ്. ഇനി ഈ സെയിം ആയിട്ടുള്ള ഈ ഡയഗണൽ എലമെന്റ് 1 ആയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി മെട്രിക്സ്. നോക്കിക്കേ, സ്കെയിലാർ മെട്രിക്സ് ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ സ്ലൈഡിന്റെ ആവശ്യമില്ല, കളഞ്ഞേക്കാം. ഓക്കെ, സ്കെയിലാർ ഐഡന്റിറ്റി. ഐഡന്റിറ്റി മെട്രിക്സ് നോക്കിക്കേ.
അതായത് i ഈക്വൽ ടു ജെ റെപ്രസെന്റ്സ് ദ ഡയഗണൽ എലമെന്റ്സ് ആൻഡ് i ഈക്വൽ ടു ജെ ആകുമ്പോൾ ഡയഗണൽ ആയിട്ട് എലമെന്റ് 1, i നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും 0. എക്സാമ്പിൾസ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഇതെല്ലാം ആവുക. ഉദാഹരണം 1 0 0 1. ഇതിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 I2 എന്നാണ് വിളിക്കുക. ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് I എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? I എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 I2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 0 0 1. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 I3 എന്ന് പറഞ്ഞാലോ 1 0 0 0 1 0 0 0 1. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 അഥവാ I3 എന്ന് പറയുന്നത്. ജനറലി നമ്മൾ I എന്നാണ് കേട്ടോ പൊതുവെ ഡിനോട്ട് ചെയ്യുന്നത്. തെറ്റല്ലേ? പ്രശ്നമില്ലല്ലോ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നൾ മെട്രിക്സ്. ഒരു മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റുകളും 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. ഇഫ് ദ ഓൾ എലമെന്റ്സ് ഇൻ എ മെട്രിക്സ് ആർ 0, then that matrix is called zero matrix or null matrix. ഒരു മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റുകളും 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. നോക്കണേ, ഉദാഹരണം 0 0 0 0. ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊരു നൾ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. എല്ലാ എലമെന്റുകളും 0 ആണ്. ശരിയല്ലേ? ഈ നെക്സ്റ്റ് ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. എപ്പോഴാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുക? നോക്കിക്കേ, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ സെയിം ആവണം അല്ലെങ്കിൽ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ആ രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ട് മെട്രിക്സുകൾ സെയിം ആവണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആവണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ സെയിം ആവണം. ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. ചുരുക്കി പറഞ്ഞ എത്രേ ഉള്ളൂ. ഇപ്പൊ മെട്രിക്സ് എ ബി സി ഡി എന്ന് പറയുന്നത് മെട്രിക്സ് പി ക്യു ആർ എസിന് ഈക്വൽ ആവണമെങ്കിൽ, മെട്രിക്സ് എ ബി സി ഡി എന്നത് മെട്രിക്സ് പി ക്യു ആർ എസിന് ഈക്വൽ ആവണമെങ്കിൽ അവിടെ എ ഈക്വൽ ടു പി ആയിരിക്കണം, ബി ഈക്വൽ ടു ക്യൂ ആയിരിക്കണം, സി ഈക്വൽ ടു ഡി ആയിരിക്കണം, സോറി സി ഈക്വൽ ടു ആർ ആയിരിക്കണം, എ ഈക്വൽ ടു പി, ബി ഈക്വൽ ടു ക്യൂ, സി ഈക്വൽ ടു ആർ, ഡി ഈക്വൽ ടു എസ്. അല്ലെ? എ ഈക്വൽ ടു പി ആയിരിക്കണം, ബി ഈക്വൽ ടു ക്യൂ ആയിരിക്കണം, സി ഈക്വൽ ടു ആർ ആയിരിക്കണം, ഡി ഈക്വൽ ടു എസ് ആയിരിക്കണം. ഇതാണ് എന്തിന്റെ കണ്ടീഷൻ? ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ സെയിം ആവാനുള്ള കണ്ടീഷൻ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ എ ഈക്വൽ ടു പി ആയിരിക്കണം, അതേപോലെ ബി ഈക്വൽ ടു ക്യൂ ആയിരിക്കണം, സി ഈക്വൽ ടു ആർ ആയിരിക്കണം, അതേപോലെ ഡി ഈക്വൽ ടു എസ് ആയിരിക്കണം. ശരിയല്ലേ? ഇനി ഓൾജിബ്ര ഓഫ് മെട്രിക്സസ്. മെട്രിക്സസിന്റെ ഓൾജിബ്ര. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡിഷൻ. രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് കറസ്പോണ്ടിങ് എലമെന്റ്സ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോയാൽ മതി. ആഡ് എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ്. ഓക്കെ. മെട്രിക്സ് എ ബി സി ഡി പ്ലസ് മെട്രിക്സ് പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ പ്ലസ് പി, ബി പ്ലസ് ക്യൂ, സി പ്ലസ് ആർ, ഡി പ്ലസ് എസ്. ഓക്കെ. സബ്ട്രാക്ഷൻ ഇതേപോലെ തന്നെ. സബ്ട്രാക്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് എ ബി സി ഡി മൈനസ് പി ക്യു ആർ എസ്. ഓക്കെ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? എ മൈനസ് പി, ബി മൈനസ് ക്യൂ, സി മൈനസ് ആർ, ഡി മൈനസ് എസ്. എ മൈനസ് പി, ബി മൈനസ് ക്യൂ, സി മൈനസ് ആർ, ഡി മൈനസ് എസ്. ശരിയാണല്ലോ? ഇനി തേർഡ് വൺ, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ദ സ്കെയിലാർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ every elements in the matrix. Multiply the scalar
with each elements in the matrix. With each elements in the matrix. ആ മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? മൾട്ടിപ്ലൈ ദ സ്കെയിലാർ വിത്ത് ഈച്ച് എലമെന്റ്സ് ഇൻ ദ മെട്രിക്സ്. അതായത് ഒരു ഉദാഹരണം ഇപ്പൊ k ഇൻറ്റു ABCD ആണെങ്കിൽ ഈ k നമ്മൾ ഓരോ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. KA, KB, KC, KD. ഓക്കെ, കിട്ടിയോ? ഇനി രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കണ്ടീഷൻ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് number of columns of first matrix is equal to number of rows of second matrix. ഈ ഫസ്റ്റും സെക്കൻഡും എന്നുള്ളത് എടുത്ത് നമ്മൾ പറയണം. കാരണം എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ ഈ ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും എന്ന് എടുത്തു പറയുന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ആ ഒരു പോയിന്റും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുകയാണെ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ശരിയല്ലേ? അബീലിയൻ ഗ്രൂപ്പ് ആവാത്തതിന്റെ കാരണം ഓർമ്മയുണ്ടോ? പണ്ട് കഴിഞ്ഞ ഇപ്പൊ നിങ്ങൾക്കത് പഠിക്കാനില്ല, മാത്സ് പഠിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ്സ് പഠിക്കുമ്പോഴത്തേക്കിനും അബീലിയൻ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. ഗ്രൂപ്പിനെ അബീലിയൻ ഗ്രൂപ്പ് ആക്കുന്ന പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് മാത്രമാണ്, കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ഇനി രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് അതിന്റെ ഓർഡർ P/Q, ബി എന്ന് പറയുന്ന മെട്രിക്സ് അതിന്റെ ഓർഡർ R/S. ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ Q ഈക്വൽ ടു S ആയിരിക്കണം. ഓക്കെ, നമുക്ക് താഴെ ഇച്ചിരി വലുതായിട്ട് എഴുതാമേ. നോക്കണേ, എ എന്ന് പറയുന്ന മെട്രിക്സ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് P/Q ആയിക്കോട്ടെ. ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ M/N ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ രണ്ട് മെട്രിക്സുകളെ എ ഇൻറ്റു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോഡക്റ്റ് എങ്ങനെ എടുക്കേണ്ടത് നമുക്ക് പറയാം. അതിനു മുൻപ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിലുള്ള കണ്ടീഷനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. ഞാൻ എന്താ പറഞ്ഞേ? നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ്. ഓക്കെ, നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ Q ആണ്. രണ്ടാമത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ M ആണ്. ഇവർ തമ്മിൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. Q ഈക്വൽ ടു M ആയിരിക്കണം. ഇതാണ് മൾട്ടിപ്ലൈ ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഇത് വെച്ചിട്ട് തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. മുൻപ് പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആവാനുള്ള കണ്ടീഷൻ ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. Q ഈക്വൽ ടു M ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന C എന്ന ഒരു മെട്രിക്സ്, അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്തെടുത്താൽ മതി? ബാക്കി നിൽക്കുന്ന രണ്ടുപേര് ബൈ ഇട്ട് എഴുതിയാൽ മതി. അതായത് P/N. നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? P/N ആയിരിക്കും. Q ഈക്വൽ ടു M ആണെങ്കിലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ.
അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? P/n ആയിരിക്കും. ഈ ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2 സ്ക്വയർ മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം 2 സ്ക്വയർ മെട്രിക്സുകളാണെങ്കിൽ എന്തായിരിക്കും? ആദ്യത്തെ മെട്രിക്സിന്റെ ഒരേ ഓർഡറിലുള്ള 2 സ്ക്വയർ മെട്രിക്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ ഓഫ് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളമും സെയിം ആയിരിക്കും. ഇനി അല്ലാത്ത കേസ് വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം. ഇത് സെയിം ആയിട്ട് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ആ ഒരു ഐഡിയ കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഏതെങ്കിലും 2 മെട്രിക്സ് കിട്ടിയാൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിലൊന്ന് പറഞ്ഞു പോവാണേ. ഓക്കെ. ഇനി ആരെങ്കിലും അറിയാത്തതായിട്ടോ കുറേ നാൾ കഴിഞ്ഞൊക്കെ കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞ് കാണുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് എന്താണ് ഇതുപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലത് കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഫ്രം ദ വെരി ബേസ് ഇറ്റ് സെൽഫ് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോകുന്നത്. കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ക്ലാസ് ഫോളോ ചെയ്യുന്നതിൽ. അതിൽ എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം പറഞ്ഞു പോകുന്നത് കേട്ടോ. യെസ്. ഓക്കെ. ഇത് അറിയുന്ന ആൾക്കാർ കാണണ്ട, നിങ്ങൾ നേരെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അറിയുന്ന ആൾക്കാരും കാണണം, അറിയാത്ത ആൾക്കാരും കാണണം. അറിയുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല റിവിഷൻ ആവും എന്നതുകൊണ്ടാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ്, 2 മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണെങ്കിൽ ആ 2 മെട്രിക്സുകളെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ. അത്രയും ഭാഗം ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഞാൻ കൺവേ ചെയ്തു. ഇനിയിപ്പോൾ 2 മെട്രിക്സുകൾ തമ്മിൽ ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്യാം. 1 2 3 4 സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇൻറ്റു 3 2 1 6. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ മെട്രിക്സിന്റെ ഇത് 2/2 മെട്രിക്സ് ആണ്. ഇതും 2/2 മെട്രിക്സ് ആണ്. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോക്ക് ഈക്വൽ ആണ്. മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? അതൊരു 2/2 മെട്രിക്സും ആയിരിക്കും. ശരിയല്ലേ? ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യത്തെ മെട്രിക്സിനെ റോ വൈസ് അങ്ങ് തിരിക്കുക. അതായത് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. രണ്ടാമത്തെ മെട്രിക്സിനെ കോളം വൈസ് തിരിക്കുക. ഒരു റോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വരയും കൂടെ വന്നേനെ. ഇവിടെ ഒരു കോളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വരയും കൂടെ വന്നേനെ. പിടികിട്ടിയോ? ആദ്യത്തെ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക? റോ വൈസ് തിരിക്കുക. രണ്ടാമത്തെ മെട്രിക്സ് നമ്മൾ കോളം വൈസ് തിരിക്കുക. ആ കാര്യത്തിൽ സംശയമില്ല. ഇനി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. അതായത് 1 ഇൻറ്റു 3 പ്ലസ്, അതായത് ഈ കാണുന്ന 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 1 അല്ലെ. ഇനി ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് അടുത്ത എലമെന്റ് പറഞ്ഞേ. 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 6 അല്ലെ. 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 6. ഇനി സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് അടുത്തത് 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 1. ഇനി സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് അടുത്ത എലമെന്റ് എന്ത് വരും? 3 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 6. ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 പ്ലസ് 2 2 പ്ലസ് 12 9 പ്ലസ് 4 6 പ്ലസ് 24. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 2 5 14 13 30. ഓക്കെ. ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. 3 2 5 12 2 14 9 4 13. നെക്സ്റ്റ് 6 24 24 6 30. ഓക്കെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം?
രണ്ട് മെട്രിക്സുകളെ ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഐഡിയ പിടികിട്ടിയല്ലോ. മാത്സ് പഠിച്ച എല്ലാവർക്കും ഹയർ സ്റ്റഡീസിനായാലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ആയാലും എല്ലാവരും മാത്സ് പഠിച്ച കുട്ടികളായതുകൊണ്ടാണ്. വേറെ സബ്ജക്റ്റ് പഠിച്ച കുട്ടികളാണെങ്കിൽ ഞാൻ കുറെ കൂടെ എക്സാമ്പിൾ ഒക്കെ ഇട്ട് കുറെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ച് ഒക്കെ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ മാത്സ് പഠിച്ച കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ എ കേസ് ആർക്കെങ്കിലും ടച്ച് വിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. കുറെ ആൾക്കാർക്ക് ഇത് ബോറടിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ആസ് എ ടീച്ചർ എനിക്കിത് പറയാണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ എടാ, അപ്പൊ ഇതൊന്ന് നോക്കി വെച്ച് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. അത് മറന്നു പോരുതേ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ വരും. നമുക്ക് അന്നേരം ചെയ്യാം. ഒരു എക്സാമ്പിൾ ഒരെണ്ണം ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കിനി കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അഡീഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അഡീഷനിലും സബ്ട്രാക്ഷനിലും ഒരേ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അഡീഷൻ മാത്രമേ ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് ലോ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി പ്ലസ് എ ആണ്. അസോസിയേറ്റീവ് ലോ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിന്റെ കൂടെ സീറോ മെട്രിക്സ് കൂട്ടിയാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് എ ആണ്. എയുടെ കൂടെ മൈനസ് എ കൂട്ടിയാൽ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടും. ശരിയാണല്ലോ. ഇതാണ് മെട്രിക്സ് അഡീഷന്റെ പ്രോപ്പർട്ടീസ്. ഇത് സീറോ മെട്രിക്സ് ആണ് കേട്ടോ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ദാറ്റ് യു ഷുഡ് ഹാവ് ടു ബി റിമെമ്പർ. ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ദെൻ അസോസിയേറ്റീവ് ലോ ആപ്ലിക്കബിൾ ആണ്. എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവും. ഓക്കെ, അതായത് എനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുക എന്നുള്ളതാണ്. സോ എനെ എ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ദാറ്റ് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. സോറി, അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ദിസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ എനെ ഐ കൊണ്ട് ഗുണിച്ചാലും ഐനെ എ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്നത് എ തന്നെയാണ്. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ. ദിസ് എ ഇൻവേഴ്സ് ഇസ് കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസിൽ വരിക. ഓക്കെ, യെസ്, 30 മിനിറ്റ് കഴിഞ്ഞു തോന്നുന്നു അല്ലേ? നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസോടെ ചെയ്ത് നടത്താം. ഞാൻ 30 മിനിറ്റ് വെച്ച് ഇടാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇത്രയും തിയറി പറഞ്ഞ സ്ഥിതിക്ക് തിയറി പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ നോക്കി നമുക്ക് നിർത്തിയിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഞാൻ ഡ്യൂറേഷൻ ഒരുപാട് ആക്കുന്നെന്ന് പരാതി ഉണ്ട് പലർക്കും. ഞാൻ എന്താണ് മെട്രിക്സ് ഒക്കെ നമുക്ക് പരമാവധി ഹാഫ് ആൻ അവർ ആ ഒരു വീഡിയോ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ചില കേസുകൾ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ ഞാൻ 1 അവർ വരെയൊക്കെ പോകും. പക്ഷെ എങ്കിലും നമുക്ക് മാക്സിമം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ മെട്രിക്സ് ഉണ്ട്, ബി മെട്രിക്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തുടങ്ങാം. എ ബി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് നിങ്ങൾ ഇരുന്ന് എക്സാം ഹാളിൽ ഇരുന്ന് മൊത്തത്തിൽ ഗുണിക്കാൻ പോകരുത്. ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്താൽ 5 എല്ലായിടത്തും ഉണ്ട്. അത് അപ്പോഴേ അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് നോക്കണ്ട, സെക്കൻഡ് എലമെന്റ് മാറ്റമുണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് എലമെന്റിൽ നിന്ന് തുടങ്ങാം. സെക്കൻഡ് എലമെന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം സെക്കൻഡ് എലമെന്റ്. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം അല്ലെ? ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം.
ആദ്യത്തെ റോ വൈസ് തിരിക്കുന്നു, രണ്ടാമത്തത് കോളം വൈസ് തിരിക്കുന്നു. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ആണ് സെക്കൻഡ് എലമെന്റ്. അപ്പൊ എന്ത് വരും? 1 into 3 പ്ലസ് 3 into 2 പ്ലസ് 0 into 1. ഓക്കെ, അതായത് 3 പ്ലസ് 6 പ്ലസ് 0. സോ 6 3 9. 9 ഉള്ള ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അപ്പോഴേ നമുക്ക് ആൻസർ കൺഫേം ആയി. ഇനി ഒന്ന് റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് എലമെന്റും കൂടെ നോക്കാം. ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം തേർഡ് എലമെന്റ് 1 into 4 പ്ലസ് 3 into 3 പ്ലസ് 0 into 2. എന്ത് വരും? 4 plus 9 is equal to 13. പക്ക, ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ അടുത്തതിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്. രണ്ട് മെട്രിസസ് സെയിം ആവാനുള്ള കണ്ടീഷൻ. രണ്ട് മെട്രിക്സ് സെയിം ആവണം എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ സെയിം ആവണം. അതായത് എക്സ് പ്ലസ് 1 is equal to 3 ആവണം അല്ലെ? എക്സ് പ്ലസ് 1 equal to 3, എക്സ് is equal to 3 minus 1 is equal to 2. ഇനി അടുത്ത y minus 2 is equal to 3. y minus 2 equal to 3, y equal to 3 plus 2 is equal to 5. 2ഉം 5. x is equal to 2, y equal to 5. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഓർഡർ ഓഫ് ദ മെട്രിക്സ് എ ഈസ് 3/5. എ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/5 ആണ്. ബി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഓർഡർ ഓഫ് ബി എ എന്താണെന്നാണ് ചോദ്യം. ബി എ, ബിയുടെ ഓർഡർ 2/3, എയുടെ ഓർഡർ 3/5. സോ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ബി എ എന്ന് പറയുന്ന ഉത്തരം. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കബിൾ ആണോ? ഇവിടെ നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോസിന് സെയിം ആണ്, 3 = 3 ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/5 ആയിരിക്കും അല്ലെ? ബി എയുടെ ഓർഡർ 2/5. സോ ഓപ്ഷൻ സി 2/5 ആണ് ആൻസർ കിട്ടുക. ശരിയാണല്ലോ. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ബി എ എന്നുള്ളതാണ് ചോദ്യം. ദാറ്റ് ഈസ് 2/5. ഓക്കെ, സോ ഇത്രയായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇത്ര മതി. നമുക്കൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയി. വ്യത്യസ്തമായ എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞു, മെട്രിക്സ് അറേഞ്ച്മെന്റിന്റെ പ്രത്യേകത പറഞ്ഞു, റോസും കോളംസും ചേരുന്ന അറേഞ്ച്മെന്റ് ആണ്, ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ള അറേഞ്ച്മെന്റ് ആണ്. നമ്മുടെ വീടുകളിലേക്ക് ജനലഴികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഹൊറിസോണ്ടൽ മാത്രമായിരുന്നു, പിന്നെ ചില വീടുകളിലൊക്കെ വെർട്ടിക്കൽ മാത്രമായിരിക്കും. ഇപ്പോഴത്തെ ഒരു എന്താണ്, കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്കി. കാരണം എന്താണ്? ദാറ്റ്സ് എന്താണ്, നോട്ട് ഈസി ടു ബ്രേക്ക്. മെട്രിക്സ് അറേഞ്ച്മെന്റ് അത്ര പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് അല്ല. ഇപ്പൊ നമ്മള് വീട്ടിൽ കുളിയൊക്കെ കഴിഞ്ഞ് തല തോർത്തുന്ന തോർത്തില്ലേ, നമ്മുടെ തോർത്തുമുണ്ടുണ്ടല്ലോ, ആ തോർത്തിനകത്ത് നൂലുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൊറിസോണ്ടൽ ആയിട്ട് മാത്രമാണോ ഉള്ളത്? അല്ല. വെർട്ടിക്കൽ ആയിട്ട് മാത്രമാണോ ഉള്ളത്? അല്ല. ദാറ്റ് ഈസ് ഓൾസോ എ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. അപ്പൊ അതുകൊണ്ട് അത് ഈസി ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി പോകുന്നില്ല. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ മെട്രിക്സ് അറേഞ്ച്മെന്റ്. പ്രാക്ടിക്കലി കുറെ ആപ്ലിക്കേഷൻ ഉള്ള അറേഞ്ച്മെന്റ് ആണ്. ഇനി എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞു, മെട്രിക്സിന്റെ ഓർഡറിനെ കുറിച്ച് സംസാരിച്ചു. ഒരു എന്താണ് mn കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ പോസിബിൾ ഓർഡേഴ്സ് എഴുതാൻ നമുക്കറിയാം. ദെൻ അത് കഴിഞ്ഞ് മെട്രിക്സിന്റെ വ്യത്യസ്തമായ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനകത്ത് ഡയഗണൽ മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞ് മെട്രിക്സിനെ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം, ഒരു സ്കെയിലർ കൊണ്ട് ഒരു മെട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, നമ്പർ ഓഫ് എന്താണ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്, ആൻഡ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ് എന്നുള്ളതും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണേ. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് നമ്മൾ ചർച്ച ചെയ്തു. കറസ്പോണ്ടിങ് എലമെന്റുകൾ സെയിം ആവണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു ബേസും സെറ്റായി. ഒന്ന് രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതാണ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി നമുക്ക് നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള റേഞ്ചിലേക്ക് നമ്മൾ വരണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറിയാൽ മതി. സമയമെടുത്ത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം കേട്ടോ. സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.